അപ്ഡൗൺ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം കൂടെ ഉള്ളത് കട്ട വൈബുള്ള കുറച്ച് മച്ചാന്മാരാണ്. ജൂലൈ 5-ാം തീയതി റിലീസാകാൻ പോകുന്ന കുരുക്ക് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളും അത് പറയാൻ സംവിധായകനും പിന്നെ കുറച്ച് അടിപൊളി ടീംസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാം. വേറെ ആരുമല്ല, നമ്മുടെ സോഷ്യൽ മീഡിയ ഇളക്കി മറിക്കുന്ന അല്ലെങ്കിൽ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ടീം ആടലോടകവും അതോടൊപ്പം സിനിമയുടെ സംവിധായകൻ ശ്രീമാൻ അഭിജിത്ത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അപ്ഡൗൺ മീഡിയയുടെ സ്വാഗതം. എങ്ങനെയുണ്ട് വിശേഷങ്ങൾ? കുരുക്ക് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷമാണ്. ജൂലൈ 5-ന് സിനിമ റിലീസ് ആവുന്നു എന്നുള്ളത്. തിയേറ്ററിൽ പോയി തന്നെ എനിക്കും എൻ്റെ കുടുംബക്കാർക്കും അതുപോലെ നാട്ടുകാർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാം. അവർ കാണുന്ന ആ ഒരു നിമിഷത്തിലേക്ക് അവരെങ്ങനെ അത് കാണുന്നു, അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കാണാൻ എനിക്കും കിട്ടുന്ന ഒരു അവസരമാണ്. ഇതുവരെ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നു, അവരവിടെ നിന്ന് പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ ഇത്രയും ആൾക്കാരായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് കാണാം. അതൊരു പ്രത്യേക ഒരു ഡ്രീമാണ്. വെയിറ്റ് ചെയ്യാണ് അവിടെ ഉദയനാര താരത്തില് സലീം കുമാർ ഇങ്ങനെ ഇരുന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അതെ അതെ, കാശ് കൊടുത്തെങ്കിലും വിളിപ്പിക്കണം. ബാക്കി എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകും മറ്റേ വിളിക്കാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിലും പോവും. വിളിക്കാനാണോ ഇനി ചാവാനാണോ എന്നുള്ളത് അറിയില്ല. ഓക്കെ, അപ്പോ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതിന് മുന്നേ ചോദിക്കുന്നത്, ടീം ആടലോടകം സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ രാജാക്കന്മാരാണെന്ന് വേണമെങ്കിൽ പറയണമെങ്കിൽ അല്ല, അങ്ങനെ തന്നെയാണ്. ടാർസൻ ഇല്ലാത്ത ഒരു ആടലോടകം നമുക്ക് ചിന്തിക്കാൻ വേര് പോയി ഉപ്പില്ലാത്ത കറികളൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ കുരുക്ക് സിനിമയിൽ ആടലോടകം ടീമിനെ കൊണ്ടുവന്നത് അതിന്റെ റീച്ചിന് വേണ്ടിയിട്ടാണോ, അതേ ഇവർക്ക് പറ്റിയ വേഷങ്ങൾ ഉണ്ടായിട്ട് തന്നെയാണോ? ഇത് സത്യത്തിലൊരു ഞാൻ ഉണ്ണി മുകുന്ദന് ഫ്രണ്ട് സെറ്റപ്പിൽ ചെയ്യുന്ന ഒരു പടമാണ് സത്യത്തിൽ. അപ്പം ഇവരെൻ്റെ ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഒരുപാട് സിനിമ ചർച്ചകളും അതുപോലെ ഷോർട്ട് ഫിലിംസും ചെയ്തു വരുന്ന ടീമാണ്. അപ്പോൾ ആ ഒരു വൈബ് എനിക്ക് വേണമായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫെയിമും ഉണ്ട് ഈ പറയും പോലെ. അപ്പോൾ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഇല്ലാത്ത ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് ഓരോ ആൾക്കാർക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് കൊണ്ടുവരാൻ പറ്റി. പക്ഷേ എൻ്റെ ഫുൾ ടീമിനും അതിൻ്റെ അകത്ത് ലീഡ് തന്നെ ചെയ്യണം എന്നെനിക്ക് എൻ്റെ പ്രൊഡ്യൂസർക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൽ ഒരാൾക്ക് ലീഡ് കൊടുക്കാം, ബാക്കിയുള്ളൊരു സൈഡ് ചെയ്യട്ടെ. അതിനുശേഷം അടുത്ത പ്രോജക്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ പ്രോജക്റ്റിന് പറ്റുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, നായകനാക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ ജസ്റ്റ് മിസ്സിനാണ് പോയത്. പോലീസ് സ്റ്റേഷൻ നമുക്ക് ചെയ്യാനായിട്ട് ഒന്ന് എനിക്ക് സൈസ് ഇല്ല, അന്ന് കട്ട മീശയില്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം, പറ്റിയില്ല. പിന്നെ അവനും അത് കണക്ക് തന്നെയാണ്. അവന് താഴെ എടുക്കാൻ പറ്റൂല. പോലീസ് സ്റ്റേഷൻ കൊടുക്കാതെ, പക്ഷെ താഴെ എടുക്കാൻ പറ്റില്ല. ഗ്ലാമറിന് പറ്റൂല, അപ്പൊ ടാർസിന് പറ്റിയ സാധനമാണ് ഇതിന്റെ അകത്ത് കൊടുത്തേക്കുന്ന കഞ്ചാവ് റോള്. നിങ്ങൾ ഇതുവരെ കണ്ട ചിരിച്ച ടാർസനായിരിക്കും, ചിരിപ്പിക്കുന്ന ടാർസനും ആയിരിക്കത്തില്ല. സൈക്കോ ടാർസനാണ്. ചിലപ്പോ നിങ്ങൾ കണ്ടിട്ട് ചിരി വന്നാലേ ഉള്ളൂ. സൈക്കോ കണ്ട് നമുക്ക് ചിരി വന്നെങ്കിലേ ഉള്ളൂ. അല്ലെ, ഈ ചർച്ച തുടങ്ങിയപ്പോ തന്നെ, സിനിമയുടെ ചർച്ച നടന്നപ്പോ തന്നെ നമ്മൾ തന്നെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് വേണ്ടിയിട്ട് ഒരു സാധനം കുത്തിക്കയറ്റിയിട്ട് അങ്ങനെ ഒരു പരിപാടി വേണ്ട കേട്ടോ, നമ്മുടെ വർക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ സാധനമാണെങ്കിൽ പോലും, ഇതിപ്പോൾ അഭിത്തട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടം വലിയ സംഭവമൊന്നും അല്ല, ചെറിയൊരു സംഭവമാണ്. ഇതിൽ നമുക്ക് അങ്ങനെ ഒരുപാട് വലിയ സീനൊന്നുമില്ല. എനിക്ക് സച്ചുവിനും ചെറിയ ഒരു സീനാണുള്ളത്. പക്ഷേ ഫസ്റ്റ് ഫിലിം നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റി, അത് തന്നെയാണ് വലിയ കാര്യം. അല്ലെങ്കിലും ഒരു പടത്തിന്റെ വിജയത്തിന് അതിന്റെ കെമിസ്ട്രി, സൗഹൃദങ്ങൾ വഹിക്കുന്ന പങ്ക്. പടം ആയിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന റീൽസ് വീഡിയോസ് ആവട്ടെ, നിങ്ങളുടെ സൗഹൃദം തന്നെയാണല്ലോ അതിൽ ഏറ്റവും വലിയൊരു ഘടകം. ഇനി അടുത്ത ആടലോടത്തിലോട്ട് വരാം. പുതിയ പുതിയ കാര്യങ്ങളും ഐഡിയാസുമായിട്ട് ആടലോടകം ഇങ്ങനെ തകർക്കുകയാണ്. ആരാണ് ഇതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് യഥാർത്ഥത്തിൽ? സ്ക്രിപ്റ്റ് ഇപ്പൊ നേരത്തെ നമ്മൾ ആടലോടകം സുബിൻ ടാർസനാണ്. ഇപ്പൊ അവരുടെ ക്രൂവിലെ പല ആൾക്കാരും സിനിമയിലും കാര്യങ്ങളും ചെയ്ത സമയത്ത് പിന്നെ ആ ഒരു ക്രൂ മിസ്സായി. പിന്നെ അങ്ങനെ നമ്മളോട് ജോയിൻ ചെയ്തതാണ്. പിന്നെ ഇപ്പൊ ആടലോടത്തിൽ നമ്മളിപ്പോ അങ്ങനെ വീഡിയോ ചെയ്യുന്നില്ല, ലൈക്ക് മറ്റേ ലോങ് ഷോർട്ട് ഫിലിം ചെയ്യുന്നില്ല. കാരണം കൂടുതൽ ഇപ്പൊ എല്ലാവരും സിനിമയും നമ്മൾ കൂടുതൽ കാരണം ബഡ്ജറ്റ് ഒന്നാമത്തെ കാര്യം, സമയം കൂടുതലാവുന്നു. അപ്പൊ നമ്മുടെ കാര്യമൊന്നും നടക്കത്തില്ല. അപ്പൊ സ്ക്രിപ്റ്റ് ഇപ്പൊ പുറത്ത് സാധാരണ ചാനൽസിനൊക്കെ എഴുതി കൂടെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ്. ആടലോടം ചാനലത്തിന് ഇടയ്ക്ക് ഒരു സ്ട്രൈക്ക് കിട്ടിയത്. അപ്പൊ അതിനുശേഷം ചാനൽ അങ്ങോട്ട് ഒരു ഗ്രോത്ത് കിട്ടുന്നില്ല നമ്മൾ പ്രതീക്ഷിച്ചാണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അത് വിട്ടിട്ട് നമ്മൾ വേറെ പരിപാടിയാണ് നോക്കുന്നത്. പക്ഷെ റീൽസ് നമ്മൾ എന്തായാലും അവിടെ കാണും സൈഡിൽ. അത് തന്നെയാണ് വെച്ചിട്ട് താഴേക്ക് പോകുന്നതല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു തിരക്ക് കാരണമാണ് ചെയ്യാൻ കഴിയാത്തത്. പക്ഷെ ആ തിരക്ക് നല്ല തിരക്കാണ്. കാര്യം സുബിനാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല സിനിമയിലേക്ക് ചാൻസ് കിട്ടുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ത്രൂ ഔട്ട് ഒരു സാധനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാനും സച്ചും കൂടെ ചേർന്നിട്ടും നമ്മൾ മൂന്നുപേരും ചേർന്നിട്ട് ഒരു
തിമിംഗലവേട്ട സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ അതെ അതെ പക്ഷെ ഇതിൽ സത്യം പറഞ്ഞാൽ പോലീസായിട്ട് വേറെ ആരും പുറത്തു പിടിക്കും, ഡയറക്ടർ തന്നെ പോലീസ് വേഷം ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. ശരി, തിമിംഗലവേട്ടയിൽ പോലീസ് വേഷം കറക്റ്റ് ഉണ്ടായിരുന്നു. തിമിംഗല പോലീസ് ഷാജോണിനെ പിടിക്കുന്ന ഒരു പോലീസ് പാർട്ടിയിലേക്ക് എന്തോ വരുന്നത് നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. ശംഖുമുഖത്ത് വെച്ചായിരുന്നു. ക്യാമിയോട്ട് വരാനും ഭയങ്കര മിടുക്കനാണ്. ഓക്കെ, അങ്ങനത്തെ നമ്മുടെ സിനിമയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഞാൻ അറിഞ്ഞില്ല പുള്ളി പൊട്ടിക്കാണ്, ഇപ്പൊ പൊട്ടിക്കാം നമുക്കത് വേണ്ടല്ലേ, 5-ാം തീയതി കഴിഞ്ഞ് പൊട്ടിക്കാം. 5-ാം തീയതി കഴിഞ്ഞ് കണ്ടിട്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ശരി, അപ്പോ അടുത്ത് ആടലോടകത്തിന്റെ അടുത്ത് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് പേര് ആടലോടകം എന്ന പേര് യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഒറിജിനൽ? അതാ ടാർസന്റെ അടുത്ത് എന്നാ ചോദിച്ചിട്ട് പുഴുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ട് ഞാൻ അത് ഇന്റർവ്യൂ കൊടുക്കാൻ വന്നത് മമ്മൂട്ടി എങ്ങനെ ഗ്ലാമർ സൂക്ഷിക്കുന്നതെന്ന് പറയും പോലെ ആ ക്വസ്റ്റ്യൻ അധികം കേട്ടിട്ടില്ലല്ലോ. മമ്മൂട്ടി എങ്ങനെ സുന്ദരനായിട്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അധികം പ്രശ്നല്ലേ? പുള്ളി ഓൾറെഡി ഈ ചൂടത്ത് കോട്ടുവിട്ട് വേർക്കുന്നുണ്ട്. അതിനിടെ കൂടി ഈ ചോദ്യം കൂടെ നമുക്ക് കുറച്ചും സീരിയസ്ലി അതിന്റെ ഒരു ഈ ആടലോടകം എന്ന ചെടി നമ്മളെ എന്താണ് പുസ്തകങ്ങളിൽ പറയുന്ന എല്ലാ ഔഷധവും എല്ലാ പാകവും ഔഷധവും ഉള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനത്തെ കോൺസെപ്റ്റ് വെച്ച് തന്നെയാണോ അത് ഇട്ടേന്ന് അറിയാനുള്ളത്? ഇത്രയും കാലം ടാർസന്റെ വൈകുന്നേരം നിങ്ങൾക്ക് ഇത് കേൾക്കണം. ഇന്ന് ഒരു വെറൈറ്റിക്ക് ഞാൻ പറഞ്ഞു. ടാർസായി ഏതോ മരത്തിന്റെ മൂട്ടിയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എന്തോ വന്ന് ചെടി മരം എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് അതിന്റെ മൂട്ടിൽ നിന്ന് എന്തോ ഇല വന്ന് ഇങ്ങനെ പേരിട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇല വന്ന് ഫ്രണ്ടിൽ വീണെന്ന്. അപ്പൊ നോക്കിയപ്പോ ആടലോടകം കൊള്ളാല്ല. അതെ, അങ്ങനെ ടാർസനാണോ ന്യൂട്ടനാണോ? ന്യൂട്ടൻ, പെരുങ്കുഴിയിലെ ന്യൂട്ടനാണ് പറയുന്നത്. അതിന്റെ ഭയങ്കര സാഹിത്യപരമായിട്ട് ആക്കി മാറ്റി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അത് തമാശ? അല്ലല്ല, ഇങ്ങനെയാണ് ഒരു മരത്തിന്റെ മുട്ടിൽ എനിക്ക് ആടലോടകം ഒരു ചെടിയായിട്ട് എനിക്ക് അറിയാവും. മരത്തിന്റെ മുട്ടിൽ തണൽ കിട്ടാൻ വേണ്ടി പോയിരുന്ന ഇങ്ങനെ പേരിടായിരുന്നു. ഒതളങ്ങിയ, കൊച്ചിങ്ങനെ, നത്തങ്ങിയ, തക്കാളി അങ്ങനെയൊക്കെ ഇട്ടോണ്ടിരുന്നപ്പോഴാണ് ഇത് പറയുന്ന സ്ഥലം ആടലോടകത്തിന്റെ തക്കാളി അങ്ങനെയൊക്കെ ഇട്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞ കഥ നമ്മൾ ഈ പേരിടുമ്പോൾ നമ്മളില്ല. ഇപ്പൊ ഈ പുള്ളി പറഞ്ഞത് നമുക്കറിയാം. ഇനി ഉള്ളതിന് അവർ യഥാർത്ഥ കൂട്ടുകാരും അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും. ഈ ടാർസൺ എന്ന് പറഞ്ഞ പേരെങ്ങനെ വന്നു എന്നുള്ളത് അത് എല്ലാരും ഇത് ശരിക്കും ആടലോടകത്തിന്റെ ഇന്റർവ്യൂ ആണോ സിനിമയുടെ ഏറ്റവും വലിയ കാര്യം ഇവിടെ ഇല്ലാത്ത ടാർസനാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ടാർസൻ അന്യായ പെർഫോമൻസ് അല്ലേ ഷൂട്ടിന്റെ അന്ന്. ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് ഒരു സീനുണ്ടായിരുന്നു. കളഞ്ഞ് അടിച്ച് പൊട്ടിച്ച് കൈ മുറിച്ചിട്ട് ഡെഡിക്കേഷൻ കട്ടക്കലിപ്പ്. നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ഈ ഗ്ലാസ് ഇടും, ഈ ഗ്ലാസ് വയ്ക്കല്ലേ, ഇത് വയ്ക്കല്ലേ, മറിക്കല്ലേ എന്ന്. എനിക്ക് അടുത്ത സിനിമ ഉള്ളതാണ്, നീ എന്റെ ഭാവി നശിപ്പിക്കല്ലേ. ചെറിയൊരു മുറിവാണ്, ഇത്രയുള്ള. അവിടെ എല്ലാരും കൂടി കൈ അടിച്ചപ്പോഴത്തേക്ക് പക്ഷെ അങ്ങനെയൊന്നുമല്ല. നോർമലി നമ്മൾ തൊട്ടാൽ തന്നെ ബ്രേക്ക് ആവുന്ന ഗ്ലാസ് ആണ് ആ ടീം ശരിയാക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ് എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വരച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. അപ്പം 2 പ്രാവശ്യം ട്രൈ ചെയ്യുന്നു, 3 പ്രാവശ്യം ട്രൈ ചെയ്യുന്നു, ഈ സാധനം പൊട്ടുന്നില്ല. അപ്പോൾ ഫൈനലി പറഞ്ഞ് ഈ പോയിന്റ് അടിക്കാത്തതുകൊണ്ടാണ് പൊട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ടേക്ക് എടുക്കുവാണ്. ടേക്ക് എടുക്കുന്ന സമയത്ത് അവൻ്റെ കൈ നന്നായിട്ട് അവൻ ഇടിക്കുകയും അവൻ്റെ കൈയുടെ ഈ ഭാഗം കീറിപ്പോവുകയും ചെയ്തു. പക്ഷേ ആ സാധനം കീറിപ്പോയതിൻ്റെ ഒരു സാധനം ഇടാതെ അവൻ എന്താണ് അവിടെ ആക്ട് ചെയ്യേണ്ടത് അത് ഫുൾ ആക്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ആ 2 മിനിറ്റ് നമ്മൾ ഷോട്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ ഇത് മുറിഞ്ഞു എന്നറിയുന്നത്. പുറത്തു നിന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അപ്പൊ പറഞ്ഞു. പക്ഷേ ഷോട്ട് തീരണ്ടെന്ന് വിചാരിച്ച് മുറിയണ്ടെന്ന് വിചാരിച്ച് എടുത്തത് അല്ല. ആ ഷോട്ടൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് പിന്നെ ഷോട്ടിൽ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ടാസിന് വേറൊരു സിനിമയുടെ ഷൂട്ടുമായിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത്. നമ്മൾ അത് കഴിഞ്ഞ് തന്നെ നേരെ ആ ഒരു മുറിവ് വന്നപ്പോ തന്നെ പുള്ളി അഭിനയിക്കാൻ നമ്മുടെ 10 പടത്തിന്റെ പേരോടെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്ന പടത്തിൽ എനിക്ക് അഭിനയിക്കുള്ള നീയായിട്ട് എന്റെ ഭാഗം രക്ഷിപ്പിക്കല്. ശരി, അടുത്ത് ഇപ്പൊ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ തന്നെ ഈ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്ക് മാർക്കറ്റിംഗിന് ഉൾപ്പെടെ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന ടാഗ് ലൈൻ കിട്ടാനായിട്ട് ശരിക്കും വേണ്ടത് എന്തെന്നാണ് ആടലോടകത്തിന് തോന്നുന്നത്? കാരണം ഇപ്പൊ ആര് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഉടനെ പറയുന്ന സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നാണ്. അപ്പം ഇത് കറക്റ്റ് ആവാൻ, ആ ടാഗ് കറക്റ്റ് ആവണമെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം അതിനെപ്പറ്റി? അല്ല, നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളൊരു നോർമൽ ചിലവർ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റി പറയും. അപ്പോൾ അത് കേട്ടിട്ട് കുറേ ആൾക്കാർ പോയി മേടിക്കുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രൊമോഷൻസിന് മാത്രമായിരിക്കും നമ്മൾ കൂടുതലും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നുള്ളൂ. പിന്നെ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കോമഡി കണ്ടന്റ് സാധനങ്ങളാണ്. അപ്പോൾ ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. നിങ്ങൾക്കുള്ളൂ അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു വിഷയം ഉണ്ടായി. അപ്പം സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിരുന്നു ആ കുട്ടി. അപ്പൊ ഈ ഒരു ടാഗ് ലൈൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണോ അതെ നല്ലതാണോ? എന്താണ് അതിന്റെ ഒരു ബാലൻസ്? ഇപ്പൊ ഈ ഒരു ഇൻഫ്ലുവൻസർ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തെറ്റായിരിക്കും. ഇപ്പൊ എല്ലാവരും ചിലപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ടായിരിക്കും വിലയിരുത്തുന്നത്. ചിലപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമില്ല. അപ്പൊ ആ ഒരു വീഡിയോ വെച്ചിട്ട് തന്നെ നമ്മളെ ക്യാരക്ടർ അവർ ഓൾറെഡി ഈ ചേട്ടൻ നല്ല ചേട്ടനാണ് പാവം. അപ്പൊ അവൻ്റെ ഒരു ചെറിയൊരു തെറ്റ് കിട്ടിയാലും ഇത് ആളി കത്തിക്കും.
ഓ ഇവ ഇങ്ങനെയായിരുന്നു, ഇവ വലിയ മറ്റവനായിരുന്നല്ല, ഇത് തന്നെ അവരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കത്തിക്കും. അതാണ് മെയിൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ വീഡിയോ കാണുന്നത് ബാക്കി നമ്മളെ എപ്പോഴും നമ്മളെ സന്തോഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എപ്പോഴും അതിൻ്റെ അകത്ത് ഇടാറുള്ളൂ. നമ്മളെ നെഗറ്റീവ്, നമ്മളെ കുടുംബത്തിൽ കിടക്കുന്ന നല്ല കാര്യം നമ്മളിടും, ഒന്നും ഇടില്ല. അപ്പൊ ഇവർ നോക്കുമ്പോൾ നമ്മളെ ലൈഫിൽ എപ്പോഴും സന്തോഷം അത് ഇതാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന ചെറിയൊരു നെഗറ്റീവ് വന്നാലും അവർ തറയിൽ അടിച്ചിടാൻ നോക്കും. അത് ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മള് നല്ലതുമാണ്, എന്നാൽ ദോഷത്തിനും ഉണ്ട്. ഒരു 50-50 സാധനം ഉണ്ട്. ശരി, ഇനി കുരുക്കിലേക്ക് വീണ്ടും വരാം. ഞാൻ പേടിച്ചു പോകായിരുന്നു കുരുക്ക് തീർന്നു. കുരുക്ക് തീരില്ല, കുരുക്കാണല്ലോ നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പൊ കുരുക്ക് ഓൾമോസ്റ്റ് ചെയ്തത് ട്രിവാൻഡ്രം ആയിരുന്നല്ലേ ഷൂട്ട്? എത്ര നാൾ മുമ്പ് തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആണിത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ? സ്ക്രിപ്റ്റിംഗ് ആണ് വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സ്ക്രിപ്റ്റ് സിനിമയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡ്യൂസറിനെ, ആക്ടറിന് സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ആ സപ്പോർട്ട് കിട്ടാനായിട്ട് ഒരു 3-4 വർഷം എടുത്തു സത്യം പറഞ്ഞാൽ. നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ ഓരോ ആൾക്കാരിലേക്ക് പോയി കാണുകയും അവർ സംസാരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെടായിക വരുന്ന രീതിയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4 വർഷം സമയം. പക്ഷേ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ ഈ ഷാജി പുനല എന്ന് പറഞ്ഞ ഒരു ആളാണ് നമ്മുടെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, നിഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ. അപ്പോൾ പുള്ളിയെടുത്ത് കണ്ട് സംസാരിച്ച് ഒരു മാസത്തിനകത്ത് എനിക്ക് പ്രോജക്റ്റ് നടന്നു. പക്ഷെ നമ്മൾ ഇത്രയും നാള് അതിന്റെ എത്തിയത് ആ സമയത്ത്. പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് 20ഓളം ഷോർട്ട് ഫിലിംസ് ആണ് തോന്നുന്നു അല്ലേ? അതിനുള്ളുണ്ട് 20-അടുപ്പിച്ച് സർക്കാരിന്റെ ഒക്കെ കുറെ വർക്കുകൾ, ആർട്സ് കാര്യങ്ങൾ ചെയ്തു. കേരള പോലീസിന്റെ ആർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, KCB അങ്ങനെ കുറച്ച് ആർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തതും ഇപ്പോഴത്തെ പടത്തിലേക്ക് വരുമ്പോഴും ആരെങ്കിലും അസോസിയേറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ സീരിയൽസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരിയലിൽ മോഹൻ കുപ്ലേരി സാറിനെ അസിസ്റ്റ് ചെയ്തിട്ട് ആത്മസഖി എന്ന് പറഞ്ഞ സീരിയലിൽ. അതിനുശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു 4-5 വർഷം. ഫൈനലി ഒരു ഫിലിം എന്നുള്ള സ്വപ്നമാണല്ലോ നമുക്ക് എപ്പോഴും ഉള്ളത്. അപ്പോൾ നമ്മൾ RS സുമൽ സാറിനെ അപ്രോച്ച് ചെയ്തിട്ട് പുള്ളിയുടെ കൂടെ ഒരു പടവും അസിസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഏത് സിനിമ ഇപ്പൊ ഇറങ്ങി? അത് റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ പടം വരികയാണ്, വരുന്നുണ്ടാവണം. അതെനിക്ക് കറക്റ്റായിട്ട് അറിയാൻ ഫോളോ അപ്പ് ഞാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പടത്തിലേക്ക് മാറി. അതെ അതെ. മ്യൂസിക് ഡയറക്ടറാണ്. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ടെക്നിക്കൽ സൈഡിലേക്കാണ് ഞാൻ വരാനിരുന്നത്. ടെക്നിക്കൽ സൈഡ്, ക്യാമറ അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്ന നേരത്തെ ചെയ്ത ആളുകളാണോ? അതും അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് നിങ്ങൾ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുകയാണോ ചെയ്തത്? ഇല്ല, നമുക്ക് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെയാണ്. നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് മാക്സിമം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ചെയ്ത സോൾമേറ്റ്സ് എന്ന പടത്തിൽ നമ്മൾ വിമൻ സാറിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളാണ് ഈ സുഹാസ് എന്ന് പറയുന്നത് നമ്മുടെ അസോസിയേറ്റ്. അപ്പം അല്ല, അദ്ദേഹം ഈ പറയാൻ വെമ്പി നിൽക്കുകയാണ്. ഇപ്പൊ അടുത്ത ചാൻസ് നമുക്ക് അത് ഫ്രണ്ട് സർക്കിൾ എന്ന് മാത്രം പറയില്ല, പുള്ളിക്ക് കഴിവുള്ളതുകൊണ്ട്. മ്യൂസിക് ഡയറക്ടറാണ്, പുള്ളിക്ക് നല്ല കഴിവുള്ള മനുഷ്യനാണ്. ഫ്രണ്ട്സ് ആയതുകൊണ്ട് മാത്രമല്ല, പിന്നെ രണ്ടല്ല, നമുക്ക് കൂടുതൽ പാടിക്കാം. പക്ഷെ എഡിറ്റിൽ വരുമ്പോൾ നമ്മൾ 2 ഇടുക. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളാണ് ചെയ്തത്? അത് ട്രെയിലർ കണ്ട സമയത്ത് ഇപ്പം ഈ ക്രൈം ത്രില്ലർ എഴുതുന്നവരെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്, രാക്ഷസന് ശേഷം ഏത് സിനിമ വന്നാലും അതുമായിട്ട് അതിന് മുകളിലോട്ടോ അല്ലെങ്കിൽ അത് വെച്ച ആളുകൾ കമ്പയർ ചെയ്യുള്ളൂ. അതിന്റെ മ്യൂസിക്കിൽ ഈ രാക്ഷസൻ സിനിമ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രൈം ത്രില്ലറുകൾ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു? ഓൾറെഡി അഭിജിത്ത് ഏട്ടൻ തന്നപ്പോൾ തന്നെ ഓൾറെഡി അതിൻ്റെ അകത്തൊരു റെഫറൻസ് മ്യൂസിക് തന്നിട്ട് അത് ആ ഒരു മൂഡിൽ പിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ള ഒരാളാണ്, പാട്ടൊക്കെ പാടും. അപ്പം എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ഇടപെടാറുണ്ടായിരുന്നു. അത് ഒരു കണക്കിന് നമ്മുടെ സിനിമയെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഇപ്പോഴേ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഇനി നാളെ വന്നിരുന്നാലും പറയണം ഡയറക്ടറാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വന്ന് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ തന്നിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു, അത് ഞാൻ ഫോളോ ചെയ്തതാണ്. അല്ലാതെ 3 മ്യൂസിക് അത് പുറത്ത് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താണ് US ദീക്ഷ്, അമ്പാടി കണ്ണൻ എന്നുണ്ട്. അതെ, അമ്പാടി പേര് ദീക്ഷ. മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ള പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞപ്പോ ആ പേര് ഒരു ഗുമ്മില്ല. അതുകൊണ്ട് ഞാൻ തന്നെ എന്റെ പേര് ഞാൻ മാറ്റി, US ദീക്ഷ എന്നാക്കി. അമ്പാടി US എന്നായിരുന്നു പേര്, മാറ്റി US ദീക്ഷ എന്നാക്കി. അപ്പൊ അഭിജിത്ത് ഏട്ടനെ ഒരു 10 വർഷമായിട്ട് എനിക്കറിയാം. അപ്പോ എല്ലാ കാര്യത്തിലും നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇടപെടും, പാട്ടൊക്കെ പാടും, മ്യൂസിക്കൊക്കെ കുറച്ച് സെൻസ് ഉള്ള ആളാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരുമിച്ചൊക്കെ ഇരിക്കും, പാട്ടൊക്കെ പാടി തരാറുണ്ട്. അപ്പൊ ഈ പോവാൻ വേണ്ടിയാണോ പാടിക്കുന്നത് ഏറ്റവും ആയിട്ട്? അപ്പൊ പറഞ്ഞു വന്നത്
ഓൾറെഡി റെഫറൻസ് ഉണ്ടായിരുന്നു ട്രെയിലറിൽ. അപ്പോൾ അത് ആ ഒരു മൂഡിലാണ് ഞാൻ ബാക്കിയുള്ള പരിപാടി പിടിച്ചിരിക്കുന്നത്. എത്ര പാട്ട് ഉണ്ട്? ഒരു പാട്ടാണുള്ളത്. അപ്പോൾ അല്ല, ഞാൻ ചെയ്ത ഒരു പാട്ട് സുരേഷ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറോടെ ഉണ്ട്, പുള്ളിയുടെ ഒരു പാട്ടും കൂടെ ഉണ്ട്. അപ്പോൾ എന്റെ പാട്ട് പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റാ പാടിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ജാസിയാണ് പാടി. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നിങ്ങൾ തന്നെയാണ്. ട്രെയിലറിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, മ്യൂസിക് നന്നായിട്ട് അത് യൂസ്ഫുൾ ആണ്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നോ? ഓ പിന്നെ ഉറപ്പല്ലേ. ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന സീക്വൻസ് എന്തായിരുന്നു? എനിക്ക് അതില് എഡിറ്റിംഗ് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം കട്ട്സുകൾ നല്ല രസമുണ്ട്. കട്ട്സുകൾ ഒരു കാണാനുള്ള ഒരു ത്വര ഉണ്ടാക്കുന്ന രീതിയിലാണ് ട്രെയിലർ ചെയ്തത്. ആരാ എഡിറ്റിംഗ് ആരായിരുന്നു? അഖിലേഷ് മോഹനാണ് നമ്മുടെ എമ്പുരാന്റെ എഡിറ്ററാണ് മെയിൻ നമ്മുടെ സിനിമ എഡിറ്റ് ചെയ്തേക്കുന്നത്. ആ സിനിമയിൽ നിന്ന് കട്ട്സ് യൂസ് ചെയ്തേക്കുന്നത് വേറൊരു സുഹൃത്താണ്, എനിക്ക് കറക്റ്റായിട്ട് പേര് അറിയില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്നിട്ട് അതിന്റെ ലൈറ്റപ്പ് കാര്യങ്ങൾ ട്രെയിലറിൽ വന്നിരിക്കുന്ന ഷോട്ടുകളെല്ലാം നല്ല ഒരു ത്രില്ലിംഗ് ഫീല് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫിലിമിന്റെ ഫീല് തരാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും ഡയറക്ടർ സൈഡിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്രില്യൻസി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം രാക്ഷസനുമായിട്ട് റെഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു സൈക്കോ സാധനം അങ്ങനത്തെ ഒരു സംഭവം അല്ല പിടിച്ചേക്കുന്നത്. നമ്മളൊരു പക്ക ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുള്ള ഒരു സിനിമയാണ് പിടിച്ചേക്കുന്നത്. ട്രെയിലർ കണ്ടിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ഇത്രയും കൊലപാതകം നടക്കുന്നുണ്ട്, അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനമാണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ഇത് അങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ല, നമ്മൾ പക്ക ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടി പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ മ്യൂസിക്കിന്റെ ബ്രില്യൻസിനെ കുറിച്ച് കൂടെ ഒന്ന് അല്ല, അത് കണ്ടതിന് ശേഷം ആളുകൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തായാലും ഡയറക്ടറിന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ നല്ല ഹാപ്പിയാണ് ഈ പറയുന്ന പോലെ. അതിലിപ്പോ ഇപ്പം മ്യൂസിക്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ വെക്കാമെന്നുള്ള രീതിയിൽ സജഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഫണ്ടാണ് മെയിൻ ഇഷ്യൂ. ഒന്ന് ഫണ്ടില്ല. പിന്നെ പക്ഷെ എനിക്ക് ഫണ്ട് തന്നു കേട്ടോ, അത് ഞാൻ പറയൂല. അതെ, എത്രയെന്ന് പറയൂല. ഒരു പൊതിഞ്ഞ് കൊടുത്ത കൈ പരിപാടി തന്നെ. എനിക്ക് തോന്നുന്നത് അവൻ ഇതുവരെ മ്യൂസിക് ചെയ്തതിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഫണ്ടായിട്ട്. ഞാൻ ഓൾറെഡി ഒരു 3 പടം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ആദ്യമായിട്ട് തിയേറ്റർ റിലീസ് ആവുന്നത് അഭിജിത്തേന്റെ പടമാണ്. സിനിമയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതെ അല്ലാതെ ആൽബംസ് ഒരുപാട് ഈ പറഞ്ഞ 10 വർഷം എന്ന് പറയുന്ന സമയത്ത് എന്റെ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും ആൽബംസിലാണെങ്കിലും എല്ലാം പുള്ളി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവന് വേണ്ടി വരെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവന് വേണ്ടി വരെ എന്ന് പറഞ്ഞാൽ അധിക്ഷേപം കണക്ക് സന്ദീപ് അത്രയ്ക്ക് ഇതാണ്. പിന്നെ ഈ വരുന്ന ഓണത്തിന് ചെയ്യാൻ വെച്ചേക്കുന്ന പറഞ്ഞിട്ട് 3 വർഷമായിട്ട് ഒരു ഓണപ്പാട്ട് നമ്മൾ ചെയ്തു. ഈ വരുന്ന ഓണത്തിന് ആടലോടകം ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ 3 വർഷം മുന്നേ പ്ലാൻ ചെയ്ത ഒരു പാട്ട് പാട്ടിരിപ്പുണ്ട്. ശരി, അപ്പൊ നമുക്ക് പുതിയ പേര് ഇനി പഠിച്ചു വരാൻ കുറെ സമയം എടുക്കും. നിങ്ങളും അങ്ങനെ തന്നെ വിളിക്കുന്നത്? അതെ, അമ്പാടിന്ന് വിളിക്കില്ല. നമ്മൾ കേട്ട് തുടങ്ങിയതേ ദീക്ഷ. ഞാൻ ഇടയ്ക്ക് അമ്പാടി ഏതമ്പാടി? എവിടെ അമ്പാടി? ഗസറ്റിൽ മാറ്റിയായിരുന്നു? അത് ഇതിന് മാത്രമേ ഉള്ളൂ, ഗസറ്റിൽ മാറ്റിയിട്ടില്ല. അതൊരു വിഷയമാണ്. അത് മോഹൻലാൽ മാറ്റിയിട്ടില്ലല്ലോ, മമ്മൂട്ടി മാറ്റിയിട്ടില്ലല്ലോ. ദിലീപിന്റെ പേര് മറ്റേ ഗോവിന്ദൻകുട്ടി ചെക്ക് ചെയ്ത് ചിലപ്പോ രണ്ടുപേരും പാട്ട് വേണ്ടി വരും ലാസ്റ്റ് തീരുന്നതിന്. അത് നമ്മൾ ഒരുമിച്ച് അത്യാവശ്യം പാടും. അടിപൊളിയാണ്. അനീഷ് ബ്രോ കൈക്ക് ഷൂട്ടിംഗ് സമയത്തുണ്ടായ ഫ്രാക്ചർ? അല്ലല്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായി. ഒരു സാഹസികമാണ്, നമ്മൾ ടർഫിൽ കളിക്കാൻ പോകാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഈ സാഹസികത്തിന്റെ 3 മാസത്തിൽ ഒന്ന് വേണം. മാരേജ് പുള്ളിയുടെ അല്ലായിരുന്നു ഇപ്പൊ നിങ്ങളുടെ പേജിൽ? അതൊരു വലിയ ആഘോഷമായിട്ട് തന്നെ നിങ്ങൾ അതിനെ ഇത് ചെയ്തിട്ടുണ്ട്. അനീഷ് ബ്രോയുടെ മാരേജ് ആയിരുന്നല്ലേ? അപ്പൊ വൈഫ് സുഖമായിട്ടിരിക്കുന്നു, ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് പോകും. അപ്പൊ പടത്തില് ലീഡിംഗ് ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം റോള് ഉണ്ടാവില്ല. നമ്മള് ഇതിലൊരു ചെറിയ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഈ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ബാധിക്കുന്ന അങ്ങനത്തെ ടൈപ്പ് സ്റ്റോറി അല്ല ഇത്. വളരെ ചുരുങ്ങിയ ആൾക്കാരിൽ നിൽക്കുന്ന സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് പറ്റിയ ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് തന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ പോലീസ് ഇപ്പോൾ കൂടുതലും എൻ്റെ അടുത്ത് വരുന്നത് പോലീസ് റോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് ആപ്റ്റ് ആവുന്ന ക്യാരക്ടർ അല്ല. അതിൽ നമുക്ക് പറ്റുന്ന ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു സംഭവം ആണെങ്കിലും നമുക്ക് സന്തോഷമായിട്ട് നമ്മൾ ചെയ്തു. ആപ്റ്റ് ആവണതായിരുന്നെങ്കിൽ സന്ദീപിനെ ഒരു ചാൻസ് കൊടുക്കാറുണ്ട്. പുള്ളി മനഃപൂർവ്വം കൊടുക്കാതെ അത് ആപ്റ്റ് ആവാത്ത രീതിയിൽ എഴുതാൻ ഒരുപാട് പാടുപെട്ടു. പക്ഷെ അവൻ താടി എടുക്കാൻ ആയിരുന്നു. ഇല്ല, അതിൽ താടി ഉണ്ടെങ്കിലും പ്രശ്നമില്ല. ശരി, അപ്പൊ അടുത്തൊരു സാധനം നിങ്ങളെ ചാനൽ കാണുന്ന സമയത്ത് കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങളെ സന്ദീപും ടാർസനും കൂടി ചേർന്ന് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പണ്ട് കാണുമ്പോൾ മീശയൊക്കെ എടുത്ത് ക്ലീൻ ഷേവൊക്കെ ആയിട്ടൊക്കെയുള്ള സെറ്റപ്പാണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ കട്ട താടിയും കട്ട മീശയും വെച്ചിട്ട് സന്ദീപ് നിങ്ങളോട് നിന്ന് ഒരു തേങ്ങ എപ്പിസോഡൊക്കെ ഉണ്ടായിരുന്നു അയലത്തെ വീട്ടില്. അതൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു എന്നുപരി
പൊതുവെ ശബ്ദത്തിലൊരു മാറ്റം വരുത്താൻ ശ്രമിക്കും. നിങ്ങൾ അതുമില്ല, അത് തീരുമാനിച്ച് ചെയ്യുന്നത് തന്നെയാണോ? മറ്റേ ഈ ശബ്ദത്തിൽ മാറ്റം മനസ്സിലായില്ലേ? അതല്ല എങ്കിലും മറ്റേ ഒരു എന്താ പറയാ, നമ്മളെ ഈ ഫീമെയിൽസിന്റെ വോയിസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചില സെറ്റപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ പോകാറുണ്ടോ? ഞാൻ കണ്ടതിലില്ലാത്തതാണോ എന്നറിയില്ല. അത്രയ്ക്ക് നമ്മളങ്ങനെ ഇപ്പൊ ഡെപ്ത് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെയാണ് ക്ലീൻ ഷേവ് ചെയ്ത് അല്ലെങ്കിൽ മീശ വെളുപ്പിച്ചിട്ട് ഒക്കെ ചെയ്യുന്നത്. അതെ, മനസ്സിലായാൽ മതി. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം ഞാൻ ആടലോടങ്ങും ടീമിൽ ഞാനും അഭിജിത്തേട്ടനും പിന്നണിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ഞങ്ങൾ ഇടയ്ക്ക് ഒരു കണ്ടന്റ് കുടുംബശ്രീയുടെ കണ്ടന്റിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവര് പറഞ്ഞു തരുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, മോഡുലേഷൻ മാറ്റി നമുക്ക് അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കും. ഭയങ്കരമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണത്. സമയം ഓക്കെ ഓക്കെ, അപ്പൊ അത് വിഷയമല്ല. നമ്മുടെ കാസ്റ്റിംഗിലേക്ക് കിടക്കുമ്പോൾ ഈ നമ്മുടെ സിനിമയിലെ മെയിൻ റോള് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ബാക്കിയുള്ള കാസ്റ്റിങ്ങുകൾ എത്രമാത്രം ശ്രമകരം വരുന്നത്? നമ്മൾ സിനിമ ചെയ്ത സമയത്ത് വലിയ കാസ്റ്റിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഇപ്പം പ്രൊഡ്യൂസറിന് ഇന്നൊരു കാസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടാകും. അതുപോലെ ആക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ആക്ടേഴ്സ് പറയുന്നുണ്ടാവും ഇന്ന പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ചെയ്യണം, ഇത്ര ഫണ്ട് വേണ്ടി വരും, എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ടോട്ടലി എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഈ ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണമല്ലോ. ജീവിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ജോലിയും അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ഒരു താല്പര്യം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പം ഈ കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ടാണ് സിനിമയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ബാക്കപ്പ് ഇല്ല, എൻ്റെ ഫാമിലിന്നുള്ള സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ടൈം തന്നിട്ടുണ്ടായിരുന്നു, ഈ ടൈമിനകത്ത് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഫൈനലി ഞാൻ ഈ പറയും പോലെ ഒരു പ്രൊഡ്യൂസർ വില്ലിങ്ങായി വരുന്ന സമയത്ത് എനിക്കറിയുന്ന, ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന അനിൽ ആൻഡ്രൂ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്. സോ നമ്മൾ പുള്ളിയിലേക്ക് കൺവിൻസ്ഡ് ആവുമായിരുന്നു. അത് ഞാൻ പ്രൊഡ്യൂസറിനായിട്ട് സംസാരിച്ചപ്പോൾ പ്രൊഡ്യൂസറും ഈ പറയുന്ന പോലെ വലിയ സപ്പോർട്ട് പ്രൊഡ്യൂസറുടെ ഭാഗത്തുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഷാജി പുല്ലാൽ എന്നാണ്. അപ്പം പുള്ളി ഈ പറയും പോലെ എന്നെ വിശ്വസിച്ച പോലെ തന്നെ ആർട്ടിസ്റ്റിലും ഒരു വിശ്വാസം തന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? എത്ര ദിവസം കൊണ്ട് കഴിഞ്ഞു ഷൂട്ട്? നമുക്ക് 2 ഷെഡ്യൂളായിരുന്നു. നമ്മൾ 2 ഷെഡ്യൂളായിട്ട് പ്ലാൻ ചെയ്തതല്ല. നമ്മുടെ DOPക്ക് ഈ പറഞ്ഞ കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങളായിട്ട് കണ്ടിന്യൂസ് വരുന്ന സമയത്ത് പനി പിടിച്ച സമയത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിട്ടും പുള്ളി ഒരു ദിവസം കൂടെ വർക്ക് ചെയ്തു. റെജിൻ സാൻഡോ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം റെജിൻ ഒരു ദിവസം കൂടെ വർക്ക് ചെയ്തപ്പോഴും കൂടുതലും ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നതായിട്ട് തോന്നിയ സമയത്ത് ഞാൻ പ്രൊഡ്യൂസറായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഇനി ഇങ്ങനെ കാര്യങ്ങളാണ് വരുന്നത്, ബ്രേക്ക് എടുത്താൽ ഇഷ്യൂ ഇല്ല, നമ്മുടെ ആർട്ടിസ്റ്റിനെ ഞാൻ തിരിച്ച് കൊണ്ടുവരും. അവർക്ക് അതൊക്കെ ഒരു ടെൻഷൻ, ഈ എല്ലാ കാര്യങ്ങളും തിരിച്ച് വരുമോ എന്നുള്ള പേടി. കാര്യം ഈ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമയാണല്ലോ. അപ്പം ഒരു നിന്ന് പോയിട്ട് ഒരു പേര് വരും, ചീത്ത പേര് വരുമോ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചത് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ എക്സാക്ട് പറഞ്ഞ ടൈമിൽ തന്നെ അടുത്ത് 2ാമത്തെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 25-27 ഇടയ്ക്ക് ദിവസത്തിനകത്ത് ടോട്ടൽ ഷൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഒരു കാലഘട്ടമാണ്. നിങ്ങളെ കണ്ട് ഇൻസ്പയർഡ് ആയ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ പുതിയ ക്രിയേറ്റീവ് ഐഡിയസ് തോട്ടിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ ടീമുകൾ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ആടലോടത്തിന് പറയാനുള്ളത് അതിനെ പറ്റി? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളും ആൾക്കാരെ കണ്ടിട്ടാണ് ഈ ഒരു ഇതിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് വന്ന് നിൽക്കാൻ പെട്ടെന്ന് വരാം. അത് പക്ഷേ ഇതിൽ നിന്ന് പോകണം. പോലെ നമുക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്, പക്ഷെ ഇതിൽ നിന്ന് പോകണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ നല്ലതായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതെ, തീർച്ചയായും. അപ്പം നമ്മുടെ നിങ്ങളെപ്പോലെ കയറി വന്ന ഉതളങ്ങാത്തുരുത്തം എന്ന് പറഞ്ഞ ടീമുണ്ടായിരുന്നു, കൊക്ക് മീഡിയ. അപ്പം അവരെ വർക്കുകൾ കണ്ടിട്ട് ഭീകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സിനിമയിലോട്ട് വന്നു. അൻവർ റഷീദ് ഉൾപ്പെടെ വിളിച്ച് അവസരങ്ങൾ കൊടുത്ത് അവർ പലരും കയറി പോകുന്നുണ്ട്. ഇനി കുരുക്ക് നല്ലൊരു സക്സസ് ആവും എന്നാണ് വിശ്വാസം. സക്സസ് ആവട്ടെ. ആയി കഴിഞ്ഞാൽ അടുത്തൊരു പ്രോജക്റ്റ് ആടലോടകം ഫുൾ ടീം വിത്ത് അഭിജിത്ത് ബ്രോ ചേർന്ന് വരാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഓൾറെഡി അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ച് ഷൂട്ട് വരെ നടത്തിയ സാധനങ്ങൾ വരെ ഇരിപ്പുണ്ട്. അതൊരു ടോട്ടൽ സിനിമയ്ക്ക് പറ്റുന്ന അത്യാവശ്യം എല്ലാ നല്ല ആൾക്കാർ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും ആക്ടേഴ്സ് ഉണ്ട്. സുബിൻ ആണ് ഈ പറഞ്ഞ പോലെ സുബിനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ റീസെന്റ് ആണ് ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മളാകെ ഞാൻ ചെയ്തിട്ടുള്ള ഊരാ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്.
പിന്നെ അഖിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഖിൽ കൃഷ്ണൻ ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ അകത്ത് സെക്കൻഡ് യൂണിറ്റ് DOP ആയിരുന്നു. അപ്പം നമ്മൾ ആ രീതിയിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആടലോടകത്തിന്റെ ഒരു സിനിമ വരും കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതും ആടലോടകത്തിന്റെ തന്നെ സിനിമയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഇത് ആടലോടകത്തിന്റെ ആ വൈബുള്ള ഒരു സ്ക്രിപ്റ്റും ആ വൈബിലുള്ള ഒരു സിനിമയും പ്രതീക്ഷിക്കാം അല്ലേ? ഫുൾ ഫൺ ആയിട്ടുള്ള ഒരു സാധനം. സന്ദീപൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അപ്പം വർക്കുകൾ നടക്കുന്നുണ്ട്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. ഈ കിട്ടുന്ന ലൈഫ് നമുക്കൊരു ബോണസ് തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ നാളെ ഇന്ന് ചെറിയ സ്ക്രീനിൽ നമുക്ക് വരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ മൊബൈൽ സ്ക്രീനിൽ കാണാൻ പറ്റുമെങ്കിൽ നാളെ ബിഗ് സ്ക്രീനിൽ നമുക്ക് പറ്റും. എന്ന് എന്നാ ഞാൻ ഡയറക്ഷനോ അല്ലെങ്കിൽ ക്യാമറ സൈഡോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം നമ്മൾ ഒന്ന് പഠിച്ചില്ലേ, നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ ചെയ്ത് കാണിച്ചിരുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് അതിനുള്ള അവസരം. സ്വപ്നം കാണുന്നതിൽ ലിമിറ്റ് വയ്ക്കാൻ പാടില്ല. ഞാൻ എൻ്റെ അകത്ത് സിനിമ അത്രയും മുകളിൽ കൊണ്ടുപോകാൻ പറ്റും, അത്രയും മുകളിൽ കൊണ്ടുപോകാൻ കാര്യം സംസാരിക്കും. ഞാൻ എൻ്റെ ഈ സ്ക്രിപ്റ്റുമായിട്ട് എനിക്ക് എന്ത് കോൺഫിഡൻസ് ആണോ എന്ത് കാര്യമാണോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇത് എനിക്ക് പറ്റാവുന്നതിൽ ഏറ്റവും മാക്സിമം പറയുന്നത് വെച്ചിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ജോർജ് ഏട്ടൻ വഴി മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞ് പോയി. ജോർജ് ഏട്ടൻ സ്ക്രിപ്റ്റ് കേട്ടു. അതുപോലെ സിനോപ്സിസ് ഞാൻ പൃഥ്വിരാജിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ദ്രജിത്തുമായിട്ട് സംസാരിച്ചു, ഉണ്ണിമൂതനായിട്ട് സംസാരിച്ചു. ഇതൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ല. പക്ഷെ നമ്മൾ ഏറ്റവും മുകളിൽ ശ്രമിക്കുമ്പോൾ നമുക്ക് എനിക്ക് ഈ സിനിമയെങ്കിലും ചെയ്യാൻ പറ്റും ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഏറ്റവും ഈ സിനിമ ചെയ്തുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ ഒരു സിനിമ, ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സിനിമ, ആർട്ടിസ്റ്റ് ഇല്ലാത്തൊരു സിനിമ പൃഥ്വിരാജിൻ്റെ സൈറ്റിലൂടെ പുള്ളിയുടെ പേജിലൂടെ അത് പോസ്റ്റ് ഇട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ അവരിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള പിന്നെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടക്കുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ളതൊക്കെ സമയം ആയി വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പാട്ട് മസ്റ്റാണ്. ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പാടിക്കുന്നതല്ല. അദ്ദേഹം എന്തായിരുന്നാലും മ്യൂസിക് സെൻസ് ഉള്ള ആളാണ്, മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഒരു പാട്ട് അത് നിങ്ങളുടെ തീരുമാനം. സന്ദീപ് എന്തോരം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൈയടിക്കാം, ലിപ്പനക്കാം. ഓക്കെ, ശരി, ലിപ്പനക്കാം. പിന്നെ കൂടെ പഠിക്കും പാട്ടായിരിക്കും ചിലപ്പോ ഏറ്റവും നീ എടുക്കണല്ലേ, നീ അടി നല്ല സൗണ്ടല്ല നല്ല. നമ്മളെല്ലാരും ഒരുമിച്ച് ഗ്യാദർ ചെയ്യുമ്പോൾ ഒരുമിച്ച് നമ്മൾ പാട്ടൊക്കെ പാട് എന്നും പോകരുതേ വാർമഴവില്ലേ മല്ലികപ്പൂമണത്തിൽ മാൻകഴിക്കാറ്റേ. അത് പാട്ടാണ്, നന്നായിട്ട് പാടും. കേൾക്കാൻ കാത്തിരിക്കും എന്റെ ഹൃദയം, നിനക്കു മാത്രമാ സുന്ദരേവാ വെണ്ണിലവേവാ എൻ ജീവതാളമേ പ്രണയിനി ഓ നീലരാവിലെ 4 വരി പാടാൻ പറഞ്ഞപ്പോ തോഴിയായി വാ പ്രിയമയി ഓ. കുരുക്ക് സിനിമ ജൂലൈ ഓക്കെ അല്ലേ? പാട്ടിനെ പറ്റി നമ്മൾ എന്തുകൊണ്ട് കൂടെ പാടാൻ മനസ്സിലായ സംഗതികളൊക്കെ ഒന്നുണ്ടോ? ആവശ്യമില്ല, വേറെ സാധനങ്ങളൊക്കെ. പാട്ടുകാരന്മാരാണോ പറഞ്ഞുകൂടാത്തവരാണോ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ആ ഒരു ഓളം ഒരു വൈബാക്കി. അവസാനമായിട്ട് ജൂലൈ 5-ന് നമ്മുടെ പടം ഇറങ്ങുകയാണ്. റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. അതെ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് പുതുമുഖങ്ങളെ വെച്ച് പുതുമുഖ സംവിധാനം ചെയ്യുന്ന ഒരു പടമാണ്. ഒരുപാട് പുതുമുഖങ്ങൾക്ക്, സിനിമയെ സ്വപ്നം കാണുന്നവർക്ക് അവസരങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെടേണ്ട ഒരു വേദി കൂടിയാണ് ഈ സിനിമ, അല്ലെ? ആടലോടെ ഉൾപ്പെടെയുള്ളവർക്ക് കയറി വരാൻ പറ്റുന്ന അതിലുപരി അടുത്ത പടത്തിൽ നമുക്ക് അവസരം തരണമെന്നും ഈ ഒരു വേദിയിൽ വെച്ച് റിക്വസ്റ്റ് ചെയ്യാണ്. അതെ, നിങ്ങൾ എല്ലാവരും പ്രൊഡ്യൂസേഴ്സിനെ കണ്ടുപിടിച്ച് പ്രതീക്ഷയിലാണ്. ആയിരിക്കും, അറിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ജൂലൈ 5-ന് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. എന്താണ് ഡയറക്ടർ ആഗ്രഹിക്കും പോലെ ആ തിയേറ്ററിൽ ഇരുന്ന് അത് കേൾക്കുന്ന ആ ഒരു മൊമെന്റ്, ഇത്രയും നാളത്തെ ഒരു അധ്വാനം ഫലം കാണട്ടെ. ഒരു ഗംഭീര ത്രില്ലർ സിനിമയായിട്ട് കുരുക്ക് മാറട്ടെ. എല്ലാ കുരുക്കുകളും ഒഴിച്ച് പുതിയ സിനിമാ വഴിയിലേക്ക്
നടന്ന് കയറാനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളോടൊപ്പം കൂടിയതിൽ. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നില്ല, ഒരു സംവാദം നടത്തിയതിൽ. ഓക്കെ, താങ്ക് യു. ഇത്രയും ചൂട് സമയത്തും പുള്ളി നമുക്ക് വേണ്ടി കോണ്ടാക്ട് ഒരു വിജയിക്ക് ചെയ്തു.